ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സംഖ്യ ഉച്ചരിച്ചാൽ ആരുച്ചരിച്ചാലും വളരെ വലിയ രീതിയിൽ പണം അവരിലേക്ക് കുമിഞ്ഞു വരും എന്നുള്ളതാണ്. ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണേൽ ചെയ്തു നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ഞാനീ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേട്ടിട്ട് ചെയ്യുക. കാരണം ഇത് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാൻ ശിവനേ ഉള്ളൂ. ആ ഭഗവാനിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. അത് നമുക്ക് ആ പ്രത്യേക ഒരവസ്ഥയിൽ ഭഗവാനെ ലയിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ അപ്പുറത്ത് ഈ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം അതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാൻ തന്ന അറിവുകൾ പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടുവന്നില്ല. ആ ഭഗവാനെന്നുള്ള ആ ചിന്ത, ആ ഭഗവാന്റെ സ്മരണ, ആ ഭഗവാന്റെ ബോധം, ശിവബോധം മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനൊരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലിന് പ്രാണായാമം വളരെ ചെറുപ്പത്തിലെ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. എൻ്റെ ഒരു വഴി അത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ. ഇത് കൃത്യമായിട്ട് ഈ സംഖ്യകൾക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും സംഖ്യകളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ധാരാളം ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു. പല കാര്യങ്ങളും അത് അത്ഭുതകരമായി അവരുടെയൊക്കെ ജീവിതത്തിലെ അനുഭവമാണ്. ഇന്ന് ഞാൻ പറയുന്ന ഒരു സംഖ്യ നിങ്ങൾ ഉച്ചരിച്ചാൽ ചെയ്തു നോക്കുക. എന്തോന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ, അതിൽ തെറ്റില്ലല്ലോ. ഞാനങ്ങനെ പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കിയിട്ട് ശരിയെങ്കിൽ മാത്രമേ ഞാൻ ഫോളോ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒന്നും കേട്ടപാതി ചെയ്യുന്ന ആളോ വിശ്വസിക്കുന്ന ആളോ അല്ല ഞാൻ. അത് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും. അതുകൊണ്ടാണ് ഞാൻ ആ രീതി നിങ്ങളോടും പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക, ശരിയായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്കത് ഗുണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇതെനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സംഖ്യ ഏതാണ്? ആരുച്ചരിച്ചാലും അവരിലേക്ക് ധനം അല്ലെ പണം കുമിഞ്ഞു വരും. ഒരു അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ. ഇത് അനുഭവം ഉണ്ടായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ഇത്ര വിശദമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം ഒരു അനുഭവമുള്ള കാര്യമേ. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് പോകുന്നു. അയാൾ ആ വഴിയെക്കുറിച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ അയാൾ ആ വഴിയെ നടന്നു പോയാലേ പറയാനൊക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പം എനിക്കത് അനുഭവം ഉണ്ടായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അതാണ് ഇത്ര വ്യക്തമായിട്ട് ഇത്ര ഉറച്ച ശബ്ദത്തോടു കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അത് ഞാൻ ആ വഴിയെ സഞ്ചരിച്ചതാണ്. ഈ കാര്യങ്ങൾ അനുഭവമുള്ളതാണ്. ഞാൻ പറഞ്ഞു കൊടുത്തവർക്കും അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഞാൻ അനിഴം വിശാഖം കേട്ട ഈ നാളുകാരുടെ ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോ വിട്ടുപോയി. അത് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു സത്യം പാലിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് സാറേ വിശാഖംകാരെയും അനിഴംകാരെയും തൃക്കേട്ടക്കാരെയും വിട്ടുപോയി. ഞാൻ പറഞ്ഞ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ പറയാം. അപ്പോൾ സത്യത്തിന് അതിനെ വില കൊടുക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും പറഞ്ഞുതരും കേട്ടോ. പിന്നെ മറ്റു ചില നക്ഷത്ര രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സംഖ്യ ഏതാണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ആർക്കും ഗുണം ചെയ്യുന്നതാണ്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഗുണം ചെയ്യുന്നതാണ്. ആർക്കും ചെയ്യാം. അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങളൊരു 10,000 ബുക്ക് വായിച്ചാൽ പോലും കിട്ടാത്ത, നിങ്ങൾ എത്ര ആളുകളുടെ പുറകെ നടന്ന് എന്തൊക്കെ ചെയ്താലും കിട്ടാത്ത, എത്ര ലക്ഷങ്ങൾ മുടങ്ങിയാലും കിട്ടാത്ത വിദ്യയെ പറഞ്ഞു തരുന്നു. ഇത് വേറെ ഇതുപോലെ ഇതാരും പറഞ്ഞു തരത്തില്ല. ഞാൻ തന്നെ ഇത് പറഞ്ഞു തരാൻ കാര്യം എൻ്റെ കയ്യിലൊന്നുമില്ല. ആ ശിവബോധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ല ഇതാരും പറഞ്ഞു തരത്തില്ല. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അത് പെട്ടെന്ന് അങ്ങ് നോക്കുക ഒന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നത് റിപ്ലൈ തരുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് നിങ്ങൾക്കത് കേട്ടിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ആവർത്തി ചെയ്യാവുന്നുണ്ടെങ്കിൽ, അല്ലാത്തവരെ ഞാൻ നോക്കത്തില്ല. നമ്മളങ്ങനെ നോക്കുന്ന രീതിയല്ല. നമ്മളൊരു കാര്യം ചെയ്താൽ അത് നോക്കുന്നവർക്കൊരു പ്രയോജനം കിട്ടണം. ആ ഒരു രീതിയിലേ ഞാൻ നോക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാവരെയും ഒന്നും നോക്കത്തില്ല. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ വെറുതെ എൻ്റെ സമയം കളയാനില്ല. നിങ്ങളുടെ ആ നോക്കുന്നതിൻ്റെ ഫീസും എനിക്ക് വേണ്ട, അത് നോക്കുകയും വേണ്ട. അങ്ങനെയുള്ളവരെ ഞാൻ നോക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നോക്കാമല്ലേ നോക്കാതിരിക്കാം. വാട്സപ്പിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാം. ഭാഗ്യസംഖ്യ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരാറില്ല. ഞാൻ ഫ്രീ ആകാറില്ല.
ഞാൻ മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ട് വിടുകയാണ്. ഞാൻ ഫ്രീ ആകാറില്ല. കൊറോണ സമയത്ത് പോലും ഞാൻ ഫ്രീ ആയിട്ടില്ല. കൊറോണ പിടിച്ചൊരു 14 ദിവസം കിടന്നതല്ലാതെ ഞാൻ ഫ്രീ ആയിട്ടേ ഇല്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഫ്രീ ആകാറേ ഇല്ല. പിന്നെ മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അല്ലാത്തപ്പോൾ എനിക്ക് യോഗവിദ്യകളുണ്ട്, പ്രാണായാമമുണ്ട്, ശിവവിദ്യയുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴൊന്നും ഞാൻ ഫോൺ എടുക്കത്തില്ല. അതുപോലെ വാട്സപ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഒരു സംഖ്യ ഉച്ചരിച്ചാൽ അതങ്ങനെ ജീവിതം മാറുന്നത് ചിലർ വിചാരിക്കും. നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ചിന്തയ്ക്ക് അപ്പുറത്തും ചില കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് അറിയാവുന്ന കാര്യത്തിൽ മാത്രമല്ല സയൻസ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല സയൻസ് എല്ലാത്തിലുമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നോ നിലനിൽക്കുന്നോ അതിലെല്ലാം സയൻസുണ്ട്. നമുക്കിഷ്ടമുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ അല്ല സയൻസ്, എല്ലാത്തിലും സയൻസുണ്ട്. അതെല്ലാം മനസ്സിനെ സംബന്ധിക്കുന്ന സയൻസാണ്. അപ്പം സംഖ്യകൾക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ സംഖ്യകളുടെ ലോകത്തൂടെ സഞ്ചരിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യം പറഞ്ഞുതരാം. ഇത് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഈ സംഖ്യ ഉച്ചരിച്ചാൽ മതി. അപ്പം ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഡേറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 4/4/1984 8/4 വിചാരിക്കുക ഉദാഹരണത്തിന്. ഇതിലെ ഓരോ സംഖ്യയും തമ്മിൽ കൂട്ടുക. 4+4+9+8+4 ഇത്രയും കൂട്ടുമ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. ഈ 30-നെ ഇത് രണ്ടക്ക സംഖ്യ, ഇതിനെ ഏകസംഖ്യ ആക്കണം. 3+0 കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. ഇങ്ങനെയാണ് ഇതിനെ ഏകസംഖ്യ ആക്കുന്നത്. അപ്പോൾ ആ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച്. ഇനിയും നിങ്ങൾ ഈ മൂന്ന് വരത്തക്ക രീതിയിൽ ഒരു 4 അക്ക സംഖ്യ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് 4 അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 3 വരണം. അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് സംഖ്യ വേണേലും നിങ്ങളുടെ ഇത് വിധിസംഖ്യ, ഈ വിധിസംഖ്യ വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ കിട്ടിയിരിക്കുന്ന പേരാണ് വിധിസംഖ്യ. ജനിച്ച തീയതിയും ജനിച്ച മാസവും ജനിച്ച വർഷവും കൂടെ കൂട്ടി കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കും കിട്ടുന്നതാണ് വിധിസംഖ്യ. ഈ വിധിസംഖ്യ വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഏത് സംഖ്യയും സെലക്ട് ചെയ്യാം. 4 അക്ക സംഖ്യ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 7599. അപ്പോൾ 7+5+9+9 30 വന്നു. ഇതിനെ രണ്ടക്ക സംഖ്യ, ഇതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 3+0 3 വന്നു. കണ്ടോ? ഈ വിധിസംഖ്യ തന്നെ ഇവിടെയും വന്നു. വിധിസംഖ്യ 3 ആണ്. അപ്പോൾ ഈ 4 അക്കത്തെ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സംഖ്യയെ രണ്ടക്ക സംഖ്യയെ ഏകസംഖ്യ ആക്കിയപ്പോൾ 3 വന്നു. ഇതിപ്പോൾ മാച്ചായി. ഇങ്ങനെ നിങ്ങളുടെ ജനിച്ച തീയതി അനുസരിച്ച് കിട്ടുന്ന വിധിസംഖ്യയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് 4 അക്കം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഈ വിധിസംഖ്യ തന്നെ വരണം, മാച്ചാകണം. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ 7599 എന്നാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത്. അപ്പം ചിലർ ചോദിക്കും 99 75 ശരിയല്ലേ? ശരിയാ, 30 കിട്ടും. അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 3+0 കൂട്ടുമ്പോൾ 3 വരും. ശരിയാണ്. എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു 4 അക്കം സെലക്ട് ചെയ്യുമ്പം ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ വിധിസംഖ്യ വരണം. അതൊരു നിയമം. രണ്ടാമത്തെ നിയമം, ഈ 4 അക്ക സംഖ്യയെ നമ്മൾ ആദ്യത്തെ രണ്ടക്കവുമായിട്ട് വേണം ഉച്ചരിക്കാൻ. ഇതിപ്പോൾ 7599 എന്ന് വേണം ഉച്ചരിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഈ 75 ആദ്യം പറയുന്ന രണ്ടക്കത്തേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കണം രണ്ടാമത്തെ രണ്ടക്കം കേട്ടോ. തിരിച്ചു വരരുത്. അതാണ് അതിൻ്റെ അകത്തൊരു രഹസ്യം. ഇതൊക്കെ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഈ 4/4/1984 ജനിച്ച ഒരു വ്യക്തിയുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങളുടെ വിധിസംഖ്യ കണ്ടെത്തുക. അതിനനുസരിച്ച് ഒരു 4 അക്കം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അക്കം, ഞാനിവിടെ ഉദാഹരണം കാണിച്ചിട്ടേ ഉള്ളൂ, സെലക്ട് ചെയ്ത് ആ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ആ വിധിസംഖ്യ വരണം. അത്രയേ ഉള്ളൂ. ഇനിയും ഈ 4 അക്കം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 0 വരാൻ പാടില്ല കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പോഴേ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ 4/4/1984 ജനിച്ച ആളുടെ ഒരു ഭാഗ്യസംഖ്യ 7599 കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്? രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട്
നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞോ ചെല്ലുന്നതിന് മുമ്പോ ചെല്ലുന്നതിനിടയ്ക്കോ എപ്പം വേണേലും ചെല്ലാം. ചൊല്ലിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ സംഖ്യ ഏറ്റവും അവസാനം ഉച്ചരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 75 99 75 99 ഇങ്ങനെ ഉച്ചരിക്കണം. അതായത് ആദ്യത്തെ 2 അക്കം പറഞ്ഞിട്ട് പിന്നത്തെ 2 അക്കം പറയണം. അങ്ങനെ വേണമെങ്കിൽ 4 അക്കം ഉച്ചരിക്കാം. 75 99 ഒന്ന് ഉച്ചരിക്കുക. ഇത് നിങ്ങൾക്ക് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഈ സംഖ്യ നിങ്ങൾക്ക് ഉച്ചരിക്കാം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ. 75 99 ഇത് നിത്യേന ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സംഖ്യയുടെ സ്വാധീനം വരും. വിധിസംഖ്യയുടെ ഈ വിധിസംഖ്യയ്ക്ക് ജീവിതം മാറ്റാൻ പറ്റും. ഇത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഇത് ഞാൻ ചെയ്ത് അനുഭവത്തിൽ വരുത്തിയ കാര്യമാണ്. അത് അതുപോലെ അനുഭവമുള്ള കാര്യമാണ്. നിശ്ചയമായിട്ട് ജീവിതം മാറും. ഇതൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കുക. വിശ്വാസത്തോടെ ചെയ്യണം. നിങ്ങളുടെ ജീവിതം മാറും. അത് ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് മൊബൈൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ മൊബൈൽ പാസ്വേഡായിട്ട് ഇതുപോലെ ഈ അക്കങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ വിധിസംഖ്യ വരത്തക്ക രീതിയിൽ. അതിപ്പം 4 അക്കമല്ല, ചില മൊബൈൽ 6 അക്കമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാനൊന്നും കുഴപ്പമില്ല. ഈ അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ വിധിസംഖ്യ വരണം, അത്രയേ ഉള്ളൂ. ഇനിയും ഞാൻ നോക്കിയ ആളുകൾക്ക് അവർക്ക് മൊബൈലിൽ ഉപയോഗിക്കേണ്ട ഇതുപോലെ ഭാഗ്യസംഖ്യയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ ചെയ്താൽ മതി, അതിൽ മാറ്റണ്ട. അതുപോലെ ചെയ്താൽ മതി നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ളവർക്ക്. അല്ലാത്തവർക്ക് ഈ മൊബൈലിൻ്റെ പാസ്വേഡായിട്ട് ഈ പറഞ്ഞ വിധിസംഖ്യ ഉപയോഗിക്കാം. ഇനി ഞാൻ നോക്കി എല്ലാം ഭാഗ്യസംഖ്യ എല്ലാം പറഞ്ഞു കൊടുത്തവർക്കും ഈ വിധിസംഖ്യയ്ക്ക് അനുസരിച്ച് ഒരു സംഖ്യ കണ്ടുപിടിച്ച് രാവിലെ ഉച്ചരിക്കാം. ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഉച്ചരിക്കാം. അത് നല്ലതാണ്. വ്യക്തമായിട്ടാണ് പറയുന്നത് കേട്ടോ, സംശയമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ പാസ്വേഡൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാം. നോക്കി ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞവർക്ക് ഞാൻ എന്തു പറഞ്ഞോ ആ രീതി സംഖ്യ ഉപയോഗിച്ചാൽ മതി. പക്ഷെ അവർക്കും ഈ ആദ്യം പറഞ്ഞ 4 അക്ക സംഖ്യ കണ്ടെത്തി ഉച്ചരിക്കാം. അത് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കുളി കഴിഞ്ഞ് ചെയ്യാം, എപ്പോഴും ചെയ്യാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ മൊബൈൽ പാസ്വേഡ്, ATM പിൻ പാസ്വേഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ ഭാഗ്യസംഖ്യ പ്രയോജനപ്പെടുത്തിയാൽ മതി. അപ്പം ഇത് കാണുന്നവർക്ക്, ഇപ്പം ഞാൻ നോക്കാത്തവർക്ക് ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതിലൊന്നും തെറ്റില്ല. എന്തായാലും ഈ സംഖ്യ കണ്ടുപിടിച്ച് ഈ സംഖ്യ ആർക്കും ഉച്ചരിക്കാം. ഇപ്പം ഞാൻ 75 99 കണ്ടുപിടിച്ചല്ലേ, അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കുളി കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ സംഖ്യ ഉച്ചരിക്കാം. അത് ആർക്കും ഉച്ചരിക്കാം കേട്ടോ. പിന്നെ പാസ്വേഡ് നിശ്ചയിക്കുന്നത് ഒന്നുകിൽ ഈ സംഖ്യ വരത്തക്ക രീതിയിൽ ഭാഗ്യ പാസ്വേഡ് നിശ്ചയിക്കാം. അല്ലെങ്കിൽ ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുത്തവരും ആ പറഞ്ഞു തന്ന രീതി പാസ്വേഡ് ഉപയോഗിച്ചാൽ മതി, കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ ഞാൻ എപ്പോഴെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുമ്പോൾ ആ രീതി ഉപയോഗിച്ചാലും മതി. പക്ഷെ ഈ സംഖ്യ ഉച്ചരിക്കണം. ഇപ്പം ഞാൻ ആദ്യം കണ്ടുപിടിച്ച് 75 99 പറഞ്ഞ ആ സംഖ്യ എന്തായാലും നിങ്ങൾ ഉച്ചരിക്കുക, ദിവസം ഉച്ചരിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് ഒരു തവണ ഉച്ചരിച്ചാൽ മതി, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഓരോ തവണ ഉച്ചരിക്കുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ സംഖ്യ, ഈ വിധിസംഖ്യ, നമ്മൾ ഈ 4 അക്ക സംഖ്യയിൽ ശരിക്കും വിധിസംഖ്യയാണ് അതിൻ്റെ കോഡ് ചെയ്യപ്പെട്ടുള്ളത്. കാരണം അതിൻ്റെ തുക കിട്ടുന്ന വിധിസംഖ്യ. അപ്പോൾ അതൊരു ജീവിതം മാറ്റാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് പാത്ത്, നിങ്ങളുടെ ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ നല്ല ദിശയിൽ അത് നയിക്കും. കാരണം ഈ ലൈഫ് പാത്താണ് ഈ വിധിസംഖ്യ നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ശരിയായ വഴിയാണ് ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത്. അതൊരു രഹസ്യമാണ്. ഞാൻ സംഖ്യാരഹസ്യങ്ങളിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഭാഗ്യസംഖ്യകളെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിലൊക്കെ ചെയ്തവർക്ക് ഒരുപാട് ജീവിതത്തിൽ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ജീവിതം അട്ടിമുടി മാറിയിട്ടുണ്ട്. ദാരിദ്ര്യമൊക്കെ മാറി വളരെ റിച്ചായവരുണ്ട്, വളരെ തൊഴിൽ തിരക്കുള്ളവരുണ്ട്, വളരെ നല്ല നിലയിൽ ഒരുപാട് ജീവിതത്തിൽ കാര്യങ്ങൾ നേടിയവരുണ്ട്. അതൊക്കെ ചെയ്ത് അനുഭവത്തിലാണ് ഈ പറയുന്നത്. അല്ല, ഇതൊന്നും ഒരു പുസ്തകത്തിലോ അങ്ങനെ ഒന്നും കിട്ടുന്ന കാര്യങ്ങളല്ല. ഇതൊരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ഒരു വഴിയെക്കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ആ വഴിയെ നടന്ന ആൾക്ക് നല്ലതായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സഞ്ചരിച്ച വഴികളാണിതെല്ലാം. ഞാൻ പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തവർക്ക് പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണിതെല്ലാം. അതെനിക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ആ വിഷയം എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ്. അത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നും വേണ്ട, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡായിട്ട് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് ഉണ്ടാകും. നിങ്ങളുടെ മൊബൈലിൻ്റെ പാസ്വേഡായിട്ട് ഉപയോഗിച്ച ചേഞ്ച് ഉണ്ടാകും. നിങ്ങളിത് ദിവസം ഉച്ചരിക്കുക.
ഇനിയിപ്പോൾ ഞാൻ നോക്കി പറഞ്ഞ് വിശകലനം ചെയ്ത് പറഞ്ഞവർക്ക് ഞാൻ പറഞ്ഞ രീതി പാസ്വേഡും ഒക്കെ ഭാഗ്യസംഖ്യ ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഉപയോഗിക്കാം. ഇനി എല്ലാവർക്കും ഈ സംഖ്യ ഉച്ചരിക്കാം. നിങ്ങൾ ഈ സംഖ്യ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സംഖ്യയ്ക്കകത്ത് ചില രഹസ്യങ്ങളുണ്ട്. 4 അക്ക സംഖ്യയാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ 2 അക്കത്തെക്കാട്ടിലും കൂടുതലായിരിക്കണം രണ്ടാമത്തെ 2 അക്കം. അത് എത്രയാണേലും മതി, കുഴപ്പമില്ല. ഒരു സംഖ്യയെങ്കിലും കൂടുതലായിരിക്കണമെന്നേ ഉള്ളൂ. അതായത് ആദ്യത്തെ 2 അക്കത്തെക്കാട്ടിൽ കൂടിയിരിക്കണമെന്നുള്ളൂ. എത്ര കൂടിയാലും കുഴപ്പമില്ല, രണ്ടാമത്തെ 2 അക്കം. ഇനി 4 അക്കം കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ വിധിസംഖ്യ വരണം. ഇനി ഈ 4 അക്ക സംഖ്യയിൽ 0 വരാൻ പാടില്ല. ഈ ഉച്ചരിക്കുന്ന സംഖ്യയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സംഖ്യകൾക്ക് ജീവിതം മാറ്റാൻ പറ്റും. കാരണം അതൊക്കെ ഒരു രഹസ്യമാണ്. നിങ്ങൾക്കത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകേണ്ട കാര്യമാണ്. ഞാൻ പലപ്പോഴും സംഖ്യാരഹസ്യങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തു പലർക്കും പല കാര്യങ്ങളിലും സംഖ്യാരഹസ്യങ്ങളെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യസംഖ്യ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ആ സംഖ്യ പ്രയോജനപ്പെടുത്തുന്ന രീതി പറഞ്ഞു കൊടുത്ത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. നമ്മളൊരു ഡേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മളെ ജനിച്ച തീയതിയും ജനിച്ച മാസവും വർഷവും അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു രീതിയിലുള്ള ചില സംഖ്യകൾ അല്ലെങ്കിൽ തീയതികളൊക്കെ തിരഞ്ഞെടുത്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അല്ലാത്തവർക്ക് ജീവിതത്തിൽ വളരെ വളരെ ക്ലേശങ്ങളും ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു 15/6/24 ഈ 3 തീയതികളിൽ ഏതെങ്കിലും 6-ാം തീയതിയോ 15-ാം തീയതിയോ 24-ാം തീയതിയോ മാസം ഏതും ആയിക്കോട്ടെ ജനിച്ച ഒരാളും ധരിക്കുക. അയാളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിന് പോകുമ്പോൾ ഒരിക്കലും 8, 17, 26 തീയതികൾ ഒഴിവാക്കണം. അത് ആ തീയതി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ഭാവിയിലേക്കൊരു ഉയർച്ചയുള്ള ഒരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു വലിയ ക്രമേണ പുരോഗതിയില്ലാതെ കിടക്കും. എന്നാൽ നിങ്ങൾ 6, 15, 24, 3, 12, 21, 30, 4, 13, 22, 31 ഇതിലേതെങ്കിലും തീയതി പ്രയോജനപ്പെടുത്തുക. അവർക്ക് അത് പെട്ടെന്ന് അടിക്കടി ഒരു അഭിവൃദ്ധി ഉണ്ടാവും. ഇതൊക്കെ എത്രയോ ജീവിതങ്ങളെ മാറ്റിമറിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സംഖ്യയ്ക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുപോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് നോക്കിക്കോ. ഇപ്പോൾ 6, 15, 24 ഈ തീയതി ജനിച്ച ഒരാളാണെന്നിരിക്കുക. അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത കാണിക്കുന്ന പലപ്പോഴും 4, 13, 22, 31 ഈ തീയതി ജനിച്ചവരോടാണ്. അവർ പറയുന്ന ഉപദേശങ്ങൾ ഇവർ കേൾക്കും. നിങ്ങളിതൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കോ. എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി എന്താണ് അതിൻ്റെ അകത്ത് രഹസ്യം. ഈ 6, 15, 24 ശുക്രനാണ് സ്വാധീനം. 4, 13, 22, 31 പറഞ്ഞാൽ രാഹുവാണ്. അപ്പം ഈ രാഹു ശുക്രൻ ഗുരുവാണ്. അപ്പോൾ ഈ 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവരെപ്പോഴും 6, 15, 24 ജനിച്ചവർ ഉപദേശം അവർക്ക് വലിയ ഉപദേശം സ്വീകരിക്കും. അതാണ് എൻ്റെ അകത്തെ രഹസ്യം. ഇങ്ങനെയൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊക്കെയാണ് ശരിക്കും ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങൾ. ചുമ്മാ പുസ്തകത്തിൽ നിന്ന് അതൊന്നും വായിക്കുന്നതൊന്നുമല്ല, അതൊന്നും കാര്യമില്ല. റിയൽ ലൈഫിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നത്. ഇത് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുള്ളൂ, സാമ്പിൾ വെടിക്കെട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, സംഖ്യാ രഹസ്യങ്ങൾ. ഒന്നുമല്ല, ഞാൻ വെറുതെ എന്നല്ല, ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ചില വയസ്സുകളുണ്ട്. ആ വയസ്സുകൾ മനസ്സിലാക്കിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ആ വയസ്സുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ തന്നെ ജീവിതം മാറും. കൂടുതലൊന്നും ചെയ്യേണ്ട. അവിടെയാണ് ഈ സംഖ്യാരഹസ്യങ്ങളുടെ രഹസ്യം കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിശകലനം ചെയ്യുമ്പോൾ പലർക്കും അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇത് വെറുതെ പറഞ്ഞു തരേണ്ട കാര്യമല്ല. അത് ഡീറ്റെയിലിംഗ് ആയിട്ട് അത് കിട്ടിയാൽ അത് ഗുണം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പം പ്രതിപാദിക്കുന്നില്ല. അനിഴം, വിശാഖം, കേട്ട ഈ നാളുകാരെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അനിഴം നാളുകാർ എപ്പോഴും രക്ഷപ്പെടാൻ കൃഷ്ണന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. അത് ഇഷ്ടമുള്ള വഴിപാട് ചെയ്താൽ. ഏറ്റവും ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നല്ലതാണ്. പിന്നെ ഭഗവാന്റെ ഇഷ്ട നിവേദ്യം കൊടുത്താൽ പാൽപായസമായിക്കോട്ടെ. പിന്നെ പാപശമനം ഉണ്ടായാലേ ജീവിതം മാറത്തുള്ളൂ. തുളസിമാല സമർപ്പിക്കും. ഇങ്ങനെ ബുദ്ധിപൂർവ്വം വഴിപാട് ചെയ്താൽ ജീവിതം മാറും. അല്ലെങ്കിൽ നമ്മൾ കുറേ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരണമെന്നില്ല. കറക്റ്റ് ഒരു സൊല്യൂഷനായിട്ട് ചെയ്യുമ്പോഴാണ് മാറ്റം വരുന്നത്. അത് അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. എനിക്ക് 14 കണക്കിന് കൈരേഖകളെ ഗ്രഹനിലകളെ സംഖ്യാദോഷം നോക്കി അനുഭവത്തിൽ നിന്ന് എനിക്കത് പറഞ്ഞ്
കറക്റ്റ് ഒരു രീതി പറഞ്ഞു തരാൻ പറ്റും. ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് ചെയ്യുന്നത്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പം അനിഴം നാടുകാർ കൃഷ്ണന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഗുണമുണ്ടാകും. അനിഴം നാടുകാർക്ക് ഏറ്റവും നല്ല തൊഴിൽ ഏതാണ്? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ടീച്ചിങ്. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ടീച്ചിങ് എന്ന് വെച്ചാൽ എല്ലാവരും അനിഴം നാളുകാർ ടീച്ചിങ് ചെയ്യുന്നതാണോ എൻ്റെ അർത്ഥം? അല്ല, അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം അല്ലേ, അതിനകത്തിപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്ക് ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പം കുട്ടികളെ ആയിക്കോട്ടെ ഒരു കാര്യം വിശദമായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവ്. ആ കഴിവ് അവർക്ക് ഏത് തൊഴിൽ മേഖലയിലും പ്രയോജനപ്പെടുത്താം. ഇനിയിപ്പോൾ വേറെ ഒരു ക്ലർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പഠിച്ചിട്ട് അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും. ആ കഴിവ് എപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ടീച്ചറൊക്കെ ആണെങ്കിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ലതാണെന്ന് പറയുന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും അനുജൻ ടീച്ചറാകുമെന്നോ അല്ല പറഞ്ഞു. പിന്നെ അതുപോലെ ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്. അതുപോലെ രാഷ്ട്രീയം നല്ലതാണ്. രാഷ്ട്രീയത്തിനകത്തും ഒരു ടീച്ചിങ് ഉണ്ട്. രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് അതൊരു ടീച്ചിങ് എബിലിറ്റിയാണ്. രാഷ്ട്രീയം പ്രയോജനപ്പെടുത്താം. അതുപോലുള്ള വിവിധ മേഖലകൾ പ്രയോജനപ്പെടുത്താം. ടെക്നിക്കലകത്തും ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി അവിടെ ഉണ്ട്. ടെക്നിക്കൽ കാര്യത്തിനകത്തും ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി അവിടെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള കഴിവും ഇവർക്ക് ഉണ്ട്. അപ്പം ഞാൻ ചില കഴിവുകളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വിശാഖം നാളുകാർ മുരുകൻ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണനെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. കൃഷ്ണൻ അതായത് ഉണ്ണിക്കണ്ണൻ, കൃഷ്ണനെ വിളിച്ചാലും മതി. മുരുകൻ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. മുരുകനെ പിടിച്ചു, വിശാഖൻ രക്ഷപ്പെട്ടു. കൂടുതൽ കാര്യമൊന്നുമില്ല, ചെയ്യേണ്ട കാര്യം ചെയ്യുക. കൃഷ്ണൻ, മുരുകൻ, ഞാൻ പറഞ്ഞു ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ല കുറേ അതും ഇതൊന്നും ചെയ്യുന്നതിനകത്തോ ഇവരുടെയും പുറകെ നടക്കുന്നതിനകത്തോ ടൈം വേസ്റ്റ് അല്ല, വേറൊന്നും അതിൻ്റെ അത് ഗുണമൊന്നുമല്ല. ചെയ്യേണ്ടത് എപ്പോഴറിയുന്നു, അത് കൃത്യമായിട്ട് ചെയ്യുന്നു, അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുന്നു. അതിലാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം നിലനിൽക്കുന്നതും ആവർത്തിക്കുമ്പോഴാണ്. അത്രേ ഉള്ളൂ. അപ്പം കൃഷ്ണനും മുരുകനും വിശാഖം വഴിപാട് ചെയ്ത ജീവിതം മാറും. കൃഷ്ണനും മുരുകനും എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്താണ്? ഭഗവാനെ നെയ്വിളക്ക് സമർപ്പിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കാം, പുരുഷ സൂക്താർച്ചന സമർപ്പിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സമർപ്പിക്കാം. മുരുകനെ ത്രിമധുരം സമർപ്പിക്കാം, പഞ്ചാമൃത അഭിഷേകം സമർപ്പിക്കാം, ഇഷ്ടമുള്ളത് സമർപ്പിക്കാം. ഞായറാഴ്ച മൃഗക്ഷേത്ര ദർശനം ചെയ്യുക, ചൊവ്വാഴ്ച മൃഗക്ഷേത്ര ദർശനം ചെയ്യുക. കൃഷ്ണനാണ് വ്യാഴാഴ്ച ചെയ്യുക, മലയാള മാസം 1-ാം തീയതി ചെയ്യുക. ജീവിതം മാറും. തൃക്കേട്ട ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക, കടുംപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന വെളുപ്പിനെ പോയി ചെയ്യുക. വെള്ളിയാഴ്ച ചെയ്യുക, ചൊവ്വാഴ്ച ചെയ്യുക, പൗർണമി ചെയ്യുക, കർത്തവാവ് ചെയ്യുക, പക്കനാളിൽ ചെയ്യുക, ആവർത്തിക്കുക, രാവിലെ ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക. അത്രയേ ഉള്ളൂ. ചെയ്താൽ മതി, ജീവിതം മാറും. ഈ കാർത്തിക, മൂലം, പൂരം, രേവതി ഈ 4 നാളുകാരിൽ ഒന്നിൽ കൂടുതൽ നാളുകൾ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലോ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം കാർത്തിക ഉണ്ടെങ്കിൽ ഒന്നുകിൽ മൂലം, പൂരം, രേവതിയോ, അല്ലെങ്കിൽ മൂലം ഉണ്ടെങ്കിൽ പൂരം, രേവതിയോ, അല്ലെങ്കിൽ പൂരം ഉണ്ടെങ്കിൽ മൂലമോ, ഇങ്ങനെ ഈ 4 നാളിൽ ഏതെങ്കിലും 2 നാളോ എങ്കിലും ഒരു കുടുംബത്തിലോ ഒരു വീട്ടിലോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് DNA ആസ്ട്രോളജി വെച്ച്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നാളുകാരുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നറിയോ? ഭദ്രകാളി കുടുംബദേവത, അച്ഛൻ്റെ അമ്മയുടെയും കുടുംബദേവതയ്ക്ക് ചെയ്യാം. കൃഷ്ണൻ, ഈ 3 രീതിയിൽ വഴിപാട് ചെയ്ത് ആ കുടുംബം രക്ഷപ്പെടും. ഒരു സംശയം വേണ്ട. കാരണം ഈ മൂലം, പൂരം, കാർത്തിക, രേവതി വളരെ അലച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു മധ്യവയസ്സ് വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഈ അങ്ങനെ സാധ്യതയുള്ള ഒരു നാളാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല, ഇത് പൊതുവായിട്ട് പറയുന്നത്. ജനിച്ച സമയം അനുസരിച്ച് ഇതിലെ വ്യത്യാസം വരും, പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഭദ്രകാളി, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ആറാട്ട് കണ്ട് തൊഴുക, വെള്ളിയാഴ്ചകൾ ഭദ്രകാളി ക്ഷേത്രം ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കടുംപായസവും ചെമ്പരത്തിമാലയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമം ഭഗവതി സേവയും കൊടുക്കുക ഭദ്രകാളി അമ്മയുടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ കുടുംബദേവത, അച്ഛൻ്റെ അമ്മയുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എണ്ണാമാല, അർച്ചന, ഇഷ്ടനിവേദ്യം, ഈ എണ്ണാമാല, അർച്ചന, ഇഷ്ടനിവേദ്യം, പിടിപ്പണം ഇതൊക്കെ കൊടുക്കുക. അതുപോലെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി
നെയ്വിളക്ക്, പിടിപ്പണം, തുളസിമാല ഇതൊക്കെ വ്യാഴാഴ്ചകളെ മലയാള മാസം 1-ാം തീയതി ചെയ്യുക. വളരെ പെട്ടെന്ന് മാറ്റം വരും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളെ ഒഴിവാക്കാൻ പറ്റും. കഷ്ടനഷ്ടങ്ങളെ, അനുഭവദോഷങ്ങളെ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ഇത് ഞാൻ എടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. ഈ മൂലം പൂരം അവരാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഈ 4 നാളുകൾ എവിടെ ഒരു തട്ടിപ്പുകളുണ്ടോ അവിടെ പോയി ചാടാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇവരൊരാൾക്ക് പണം കടം കൊടുത്താൽ പോലും അത് ചിലപ്പം ഇവർക്ക് മാത്രം ചിലപ്പോൾ കിട്ടാൻ തടസ്സമുണ്ടാകും. അല്ലെങ്കിൽ ഇവരൊരാൾക്ക് ഇടനില നിന്ന് ഒരു പണം കൊടുക്കും, ചിലപ്പോൾ അത് വലിയ പ്രശ്നത്തിൽ വരാം. അതുപോലെ തന്നെ ഇപ്പം ഒരു മൂലം പൂരമൊക്കെ ആയിക്കോട്ടെ, ഇവർ വീട്ടുകാരറിയാതെ ആർക്കെങ്കിലും സ്വർണം പണയം വെക്കാൻ കൊടുക്കുക, അതൊക്കെ വലിയ തിരിച്ചു കിട്ടണം നിർബന്ധമില്ല, ചിലപ്പം കിട്ടുക, എന്നൊക്കെ വലിയ വലിയ മാനസിക വിഷമങ്ങളെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ ഇവർക്ക് പല തൊഴിലുകൾ ചെയ്താലും ഒരു ഉയർച്ച ഉണ്ടാകാൻ സമയമെടുക്കും. അപ്പം ഇത് എപ്പം മുതൽ ചെയ്യുന്നോ, ഭദ്രകാളി, കുടുംബദേവത, അച്ഛൻ്റെ അമ്മയുടെ കുടുംബദേവതയ്ക്ക് ചെയ്യാം, പിന്നെ കൃഷ്ണൻ. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയൊരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും മാസത്തിൽ 1 ദർശനം നടത്തുക. എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വരുന്ന, വിശേഷാൽ പൂജകളുള്ള, വലിയ ചൈതന്യമുള്ള, നമുക്ക് തന്നെ അനുഭവമുണ്ട്, അവിടെ പോകുന്നവർക്കെല്ലാം വലിയ മാറ്റങ്ങളുണ്ട് എന്നുള്ള മഹാക്ഷേത്രങ്ങളുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രങ്ങൾ പറയാം. ഏതാണെന്നറിയോ? ഗുരുവായൂർ, ചെട്ടികുളങ്ങര, ഭദ്രകാളിയിലാണ് ചെട്ടികുളങ്ങര, ചോറ്റാനിക്കര, ഗുരുവായൂർ, പിന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറന്മുള, അമ്പലപ്പുഴ, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം ഓർത്ത് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഓർമ്മയിൽ വന്ന കുറച്ച് ക്ഷേത്രം ഞാൻ പറഞ്ഞു. ഇതുപോലെയുള്ള, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, റേഞ്ച് മനസ്സിലായി കാണുമല്ലോ, ഇതുപോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്നിടത്ത് മാസത്തിൽ 1 ഭദ്രകാളി ക്ഷേത്രത്തിലും പോകണം, മാസത്തിൽ 1 കൃഷ്ണക്ഷേത്രത്തിലും പോകണം. അവിടുത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഇഷ്ട വഴിപാട് ചെയ്യണം. എഴുതി വെച്ചോ, ജീവിതം മാറും. വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്താൽ. ഇത് അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. നിങ്ങൾ കഴിവതും ഈ ആഹാരം കയ്യിൽ കരുതണം. ഇച്ചിരി ബ്രെഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആഹാരമായിക്കോട്ടെ, കഴിവതും ഈ കടകൾ നീളെ കയറി ഇറങ്ങരുത്. കാണുന്ന കടയിലെല്ലാം കയറി കഴിക്കരുതെന്ന് അർത്ഥം മനസ്സിലാകും. അവിടെ നിന്നെല്ലാം വെള്ളം കുടിച്ച് അങ്ങനെ കടകൾ കയറി പോകരുത്. നിങ്ങൾ ഒരു കടയിൽ നിന്ന് വേണേൽ സാധനം മേടിച്ചു, നല്ല കടയാണെങ്കിൽ, അല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് കരുതുക. ആ ഭക്ഷണം കഴിഞ്ഞിരുന്നോട്ട് ഒരുപാട് കടകൾ കയറി ഇറങ്ങി പോകരുത്. പിന്നെ നിങ്ങൾ പറ്റുന്നവരെ ഒരിക്കലെടുക്കുക തലേദിവസം. അത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണ്ട. പിന്നെ ഏറ്റവും പ്രധാനം, ആരെയും കുറ്റം പറയാതിരിക്കുക. അവരതുവഴി പോയി, ഇവരിതുവഴി പോയി, അവർക്ക് ആ ജോലി കിട്ടി. കുറ്റമെന്ന് പറഞ്ഞാൽ ഈ ഒരാളെക്കുറിച്ച് ആവശ്യമില്ലാതെ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഇതൊക്കെ ഒരു 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 അങ്ങനെയൊക്കെ പോയി വഴിപാട് ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. അപ്പോൾ അവരങ്ങനെ പോയി, അവർക്ക് ജോലി കിട്ടി. ഇത് കുറ്റം പറയരുതെന്ന് പറയുമ്പോൾ ഇത് കുറ്റമല്ല, നടന്ന കാര്യമല്ല, നല്ല കാര്യം അല്ല. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞ് അവസാനം അവരെക്കുറിച്ച് നമുക്ക് കുറ്റമായിട്ട് തന്നെ അത് വരും. പറഞ്ഞ് കാരണം നമ്മൾ അവസാനം പറഞ്ഞ് രസം കയറി അവരെക്കുറിച്ച് ലാസ്റ്റ് എന്തെങ്കിലും ഒരു കുറ്റം പറയും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആരെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അവരെ ഇതുവഴി വേണേൽ പോട്ടെ, അവർക്ക് ഏത് ജോലി വേണേൽ കിട്ടിട്ട്, അല്ലെങ്കിൽ അവരെ വീട് വെച്ചു, അവരിത് വെച്ചു, അവർക്കല്ലോ, ഇതൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല. ആ പറച്ചിലങ്ങ് ഒഴിവാക്കുക. തലേദിവസം തൊട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുത് അന്നും ഒഴിവാക്കണം. ഇനി അത്യാവശ്യം കുറ്റം പറയണം നിർബന്ധമുള്ള ഒരാഴ്ചയിലൊന്നോ ഒരു മാസത്തിലൊന്നോ ഒരു ദിവസം കുറ്റം പറയാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചു. നിൽക്കാൻ വയ്യ, കുറ്റം പറഞ്ഞേ അടങ്ങത്തുള്ളൂന്നുണ്ട്, ബാക്കി ദിവസങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം ഈ കുറ്റം പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ കർമ്മദോഷം കൂടെ നമുക്ക് കിട്ടുക. ഇത് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ജ്ഞാനമായി പറഞ്ഞു തരുന്നു കേട്ടോ. അത് എന്തിനാണ്? നമ്മുടെ കർമ്മദോഷത്തിന് തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല, പിന്നെ വല്ലവൻ്റെയും കൂടെ പിടിച്ചു വാങ്ങേണ്ട കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ. കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് പറയുമ്പം മനസ്സിന് ചിലർക്കൊരു സുഖം കിട്ടും. പക്ഷേ ആ സുഖമല്ല, ആ മനസ്സ് ദുഷിക്കുക, മറ്റുള്ളവരെ കർമ്മദോഷം കിട്ടുക. അതറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ പുണ്യാത്മാക്കളുടെയോ വായിൽ നിന്ന് കേൾക്കുമ്പോഴേ ഇത് അറിയത്തുള്ളൂ. നിങ്ങളൊരു 3 മാസം ആരെയും കുറ്റപ്പെടുത്താതെ ജീവിച്ചു നോക്കി, അപ്പം മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. അപ്പോൾ മനസ്സിലാകും എവിടെ ആയിരുന്നു പ്രശ്നം. അവിടെ ഞാനീ വഴിപാടൊക്കെ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഫലം കാണാത്തത്? ദിവസവും മറ്റുള്ളവൻ്റെയും കൂടെ കർമ്മദോഷം മേടിച്ച് വെച്ചാൽ പിന്നെ ഇത് എവിടെ പോയി, ഇത് എന്തോ ചെയ്താൽ വഴിപാട് ചെയ്താൽ ഫലം കിട്ടാനാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക.
പിന്നെ നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉപദേവതകൾ കാണും. അവർക്കൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പോലെ ചില്ലറ കുറേ കരുതുക. 1 രൂപയെങ്കിൽ 1 രൂപയായിട്ടോ, അല്ലെങ്കിൽ ഒരു കർപ്പൂരം കത്തിച്ചോ ഒരു കർപ്പൂരം വെച്ചോ അവർക്ക് എന്തെങ്കിലും ചെയ്തു പോകണം കേട്ടോ. പ്രധാന ദേവനെ പോലെ തന്നെ ഉപദേവതകൾക്കും ചെയ്യണം. നിങ്ങൾ പിന്നെ അവിടെ നിശ്ചയം ഭജിക്കണം. ആ ദേവനെ അല്ലെങ്കിൽ ദേവിയുടെ പാദങ്ങൾ സ്മരിച്ച് ഭജിക്കണം. നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവിടെ അമ്പലത്തിലൊക്കെ ഇപ്പം ആഹാരത്തിന് വേണ്ടി ഇരിക്കുന്നവരൊക്കെ കാണും. അർഹരായവർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊടുക്കും, ഒരു നേരത്തെ ആഹാരത്തിനുള്ള. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, ഉടനെ ചോദിക്കുന്നു, വീട്ടുകാരെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ വരുന്നോ, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഉടനെ പിന്നെ വീട്ടുകാർ പറഞ്ഞു ശരി ഞങ്ങളും വരുന്നുണ്ട്, നമുക്കങ്ങ് അടിച്ചു പൊളിച്ച് പോയേക്കാം. ഇവിടെ തൊട്ടേ ചിരി കളി ബഹളം, മറ്റുള്ളവരെ കുറ്റം പറയുന്നു. അവർ ഗൾഫിന് പോയി, ഇവർ ഗൾഫിന് പോയി, അവൻ്റെ ഭാര്യ അങ്ങനെ പോയി, ഇതൊക്കെ ആയിരിക്കും വണ്ടി ഇരുന്നോട്ട് പറയുന്നത്. അടിച്ചു പൊളിച്ച് അമ്പലത്തിൽ പോയിട്ട് പോകുന്നത് എന്തോ കാര്യമാണ്? ഒരു കാര്യമില്ല. അമ്പലത്തിൽ പോകുന്ന പോലെ പോകണം. അവിടെ മറ്റു ചിന്തകൾ പാടില്ല. ആരെക്കുറിച്ച് ഒരഭിപ്രായം പറയണ്ടെന്നേ, നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട, ഈശ്വര എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ജീവിതം മാറും. ഞാൻ അങ്ങനെ പോയവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അറിവുകളും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ അല്ലെ തള്ളിക്കളയാൻ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, സ്വീകരിക്കുക അല്ലെ തള്ളിക്കളയാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവ ശിവ.